ടർബോ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ടർബോ ജോസും അമ്മ റോസക്കുട്ടിയും തമ്മിലുള്ള ബന്ധം. ടർബോ ജോസ് ഒരു നാടിനെ മുഴുവൻ വിറപ്പിക്കുന്ന ഒരു ഗുണ്ടയാണ്, താന്തോന്നിയാണ്. പക്ഷേ അമ്മയുടെ മുന്നിൽ അനങ്ങാതെ നിൽക്കും. അമ്മ പറഞ്ഞതിനപ്പുറത്തേക്ക് ടർബോ ജോസ് പോവില്ല. എവിടെയൊക്കെ ജോസ് പോകുന്ന അവിടെയൊക്കെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകും. അമ്മയ്ക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ കുട്ടികളെക്കാളും മോശമായിട്ട് പെരുമാറും, പിടിവാശി കാണിക്കും, ഇറിറ്റേഷനാക്കും. പക്ഷെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ജോസ് അമ്മയെ നോക്കുന്നത്. അതിന് കാരണമുണ്ട്. ജോസിന് 5 വയസ്സുള്ളപ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അമ്മയും ജോസും കൂടെ അകത്തിരിക്കുക. അപ്പനും പെങ്ങളും വരാതിരിക്കുന്ന സമയത്താണ് മലയിടിഞ്ഞ് നേരെ വീടിന് മുകളിലേക്ക് വരിക. ചെടിയിലേക്ക് ഇങ്ങനെ താന്ന് കഴുത്തറ്റം ചെടിയിലേക്ക് മുങ്ങാണ്. ചവിട്ടിയിട്ട് ഇങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കൈ കിട്ടി. അമ്മ ഇങ്ങനെ താഴേക്ക് പോകാതെ തന്നെ പിടിച്ചു നിർത്തി. അന്ന് രാവിലെ ആൾക്കാർ വന്ന് വീടൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ അമ്മ ആ കൈ വിട്ടിട്ടില്ല. അമ്മ അങ്ങനെ എത്ര നേരം നിന്നു എന്ന്, എങ്ങനെ നിന്നു എന്നൊന്നും അറിയില്ല. പക്ഷെ അമ്മയ്ക്ക് ബോധം ഉണ്ടായില്ല. ചാച്ചനും പെങ്ങളൊക്കെ മരിച്ചുപോയി. ഇന്ന് തിരുസഭ പരിശുദ്ധ മാതാവിൻ്റെ രാജ്ഞത്വ തിരുനാളാണ് ആഘോഷിക്കുന്നത്. 12ാമത്തെ വയസ്സിൽ തൻ്റെ നിയോഗം ഈശോ തിരിച്ചറിഞ്ഞിട്ടും അമ്മയെ വിട്ടു പോയില്ല ഈശോ. ഈ ലോകം വിട്ട് ഈശോ പോകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അമ്മയ്ക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള സമയമായപ്പോൾ ഈ മണ്ണിനും പുഴുവിനും ഒന്നും അമ്മയെ വിട്ടുകൊടുക്കാതെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുത്ത് അവിടെ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയായിട്ട് മറിയത്തെ ക്രൗൺ ചെയ്ത് ഈശോ. നമ്മൾ ആര് വഴിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? അവരെ നമ്മൾ തലയിൽ ക്രൗൺ വെച്ച് ആദരിച്ചില്ലെങ്കിലും ഇരിക്കാനൊരു കസേരയെങ്കിലും വീട്ടിൽ കൊടുക്കണ്ടേ?